8 കൊല്ലത്തിനിടയിൽ 5 തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് ക്ഷണിച്ചു വരുത്തിയൊരു വിനയാണ്. വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയതും അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറഞ്ഞതുമാണ് KSEBയുടെ അധിക ബാധ്യതയ്ക്ക് ഇപ്പോൾ കാരണമെന്നാണ് നമ്മുടെ ബ്യൂറോ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് തുരങ്കം വയ്ക്കുന്ന തരത്തിൽ ദീർഘകാല കരാർ എന്തിന് റദ്ദാക്കിയെന്ന ചോദ്യം വരും ദിവസങ്ങളിൽ ഉയരും. 2023 മെയ് 10 വരെ വൈദ്യുതി വകുപ്പിൽ എല്ലാം കൃത്യമായിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ 30% മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. ബാക്കിയുള്ള 70% പുറത്തുനിന്നും വാങ്ങുന്നതായിരുന്നു രീതി. ഇതിനായി 2015 മുതൽ 2040 വരെ 3 കമ്പനികളുമായി ദീർഘകാല കരാറുണ്ടായിരുന്നു. യൂണിറ്റിന് 4 രൂപ 26 പൈസയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി 7 വർഷമായി വാങ്ങിക്കൊണ്ടിരുന്നത് 2023 റദ്ദാക്കി. അക്കാലത്ത് കൃത്യമായി പറഞ്ഞാൽ 2020-2021 KSEBയ്ക്ക് 900 കോടി രൂപയുടെ പ്രവർത്തന ലാഭവുമുണ്ടായിരുന്നു. പിന്നാലെ യൂണിറ്റിന് 8 രൂപ മുതൽ 12 രൂപ വരെ ഈടാക്കിയുള്ള ഹ്രസ്വകാല കരാർ നടപ്പിലാക്കി. ഇതോടെ സകലതും കീഴ്മേൽ മറിഞ്ഞു. കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ഇത് അന്നേ കണക്കുകൾ നിരത്തി പറഞ്ഞതാണ്. ഒടുവിൽ വിവാദമായപ്പോൾ മുഖ്യമന്ത്രി തന്നെ ദീർഘകാല കരാർ തിരിച്ചു കൊണ്ടുവരണമെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് നിയമസഭയെ അറിയിച്ചു. എന്നാൽ കമ്പനികൾ കോടതി കയറി ചെറിയ നിരക്കിൽ വൈദ്യുതി നൽകാനുള്ള ദീർഘകാല കരാറിൽ നിന്നും രക്ഷപ്പെട്ടു. ചോദ്യങ്ങൾ രണ്ടുണ്ട്. ഒന്ന്, കോടികൾ ലാഭമുണ്ടാക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയാണോ ദീർഘകാല കരാർ ഉപേക്ഷിച്ചത്? 2, ഹ്രസ്വകാല കരാർ കൊണ്ട് ലാഭമുണ്ടാക്കിയതാര്? ഇതിനുള്ള ഉത്തരം എന്താണെങ്കിലും അധികഭാരം ചുമക്കേണ്ടി വരുന്നത് വൈദ്യുതി ഉപഭോക്താക്കളാണ്. മൾട്ടി ഇയർ താരിഫ് ഈ വർഷം യൂണിറ്റിന് 16 പൈസ, അടുത്ത വർഷം 12 പൈസ, 3 വർഷത്തിനിടയിൽ 28 പൈസയുടെ വർധനവ്. സാധാരണക്കാരന്റെ നടുവൊടിയും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം.